ജീവിതത്തിലെ സിംഹങ്ങൾ പലതായിരിക്കാം. പരീക്ഷണം, ബുദ്ധിമുട്ട്, ജോലി, പഠനം, തളർച്ച, മാനസിക പീഡനം. പക്ഷേ വിശ്വാസമുള്ളവനാണ് വിജയിക്കുന്നത്. സഭയുടെ രക്തസാക്ഷിയായ ഒരു ചെറുപ്പക്കാരി ഉണ്ടായിരുന്നു. അവളുടെ പേര് പ്രിസില്ല. പക്ഷേ അവളുടെ ഹൃദയത്തിൽ ഒരു തീയുണ്ടായിരുന്നു, ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ തീ. ചുറ്റും നിന്നവർ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു, ഈശോയോടുള്ള വിശ്വാസം ത്യജിക്കാൻ നിർബന്ധിച്ചു. പക്ഷേ പ്രിസില്ല ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഈശോയോടുള്ള സ്നേഹം എനിക്ക് മറച്ചു വയ്ക്കാനായില്ല. ഞാൻ ഈശോയെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയും. ഈശോയോടുള്ള അവളുടെ സ്നേഹത്തിന് മുൻപിൽ തോറ്റുപോയ ശത്രുക്കൾ അവളെ സിംഹങ്ങളുടെ നടുവിലേക്ക് വലിച്ചെറിഞ്ഞു. അവളുടെ മുൻപിലേക്ക് സിംഹങ്ങൾ ഓടിയെത്തി. അവളുടെ മേൽ ചാടി വീഴുന്നതിന് പകരം അവൾ കൈ നീട്ടിയത് സിംഹം അവളുടെ കയ്യിൽ തലചായ്ക്കുകയും അവളുടെ പാദത്തിൽ ചുംബിക്കുകയും അവ നക്കിത്തുടയ്ക്കുകയും ചെയ്തു. അക്കാഴ്ചയിൽ ലോകം നിശബ്ദമായി. ആ മനുഷ്യർ കണ്ടത് ഭയം തോൽക്കുന്ന വിശ്വാസത്തെ. ഈ ഒരു വിശ്വാസത്തെയാണ് നാം മുറുകെ പിടിക്കേണ്ടത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 125 വചനം നമ്മോട് സംസാരിക്കുന്നത് ഇപ്രകാരമാണ്: കർത്താവിൽ ആശ്രയിക്കുന്നതിന് അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ കർത്താവ് എന്നും എന്നേക്കും തന്റെ ജനത്തെ വലയം ചെയ്യുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട. പ്രാർത്ഥിക്കുന്നവർ ഒരിക്കലും ഒറ്റയ്ക്കല്ല. വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് സിംഹങ്ങളെ ചുംബിക്കാൻ കഴിയും. ഭയത്തേക്കാൾ ശക്തിയുള്ളതാണ് വിശ്വാസം.